നിങ്ങളിൽ ആരെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇല്യാസ് കിടന്നു 29 വർഷം കുറ്റവിമുക്തനാക്കി കഴിഞ്ഞ ആഴ്ച. 1996 ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലുണ്ടായ ബസ് ബോംബ് സ്ഫോടന കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഇല്യാസിനെ ഒരു തെളിവുമില്ലെന്ന് കണ്ടാണ് കോടതി വിട്ടയച്ചത്. ഭീകരവാദ കേസുകളിൽ പ്രതികളാക്കി ജയിലിൽ അടയ്ക്കുക, അനേകം വർഷങ്ങൾ തടവറയ്ക്കുള്ളിൽ കഴിഞ്ഞ ശേഷം കോടതിയുടെ കാരുണ്യത്താൽ മോചിപ്പിക്കപ്പെടുക, കോടതി പോലീസിനെയും പ്രോസിക്യൂഷനെയും അറഞ്ചം പുറഞ്ചം വിമർശിക്കുക. ഇല്യാസിന്റെ ഈ അനുഭവം ഒറ്റപ്പെട്ടതല്ല. കഴിഞ്ഞ 10-15 വർഷത്തിനിടെ സമാനമായ അനേകം കേസുകളാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അവയിൽ ചിലത് മാത്രം നമുക്കൊന്ന് ഓർക്കാം. 2006 മുംബൈ സ്ഫോടന കേസ്, 189 പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ സ്ഫോടന കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 12 മുസ്ലിങ്ങളെ 18 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2025 ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്. 2002 ഗുജറാത്തിൽ നടന്ന അക്ഷർധാം ക്ഷേത്ര ആക്രമണ കേസിലും സമാനമായിരുന്നു അനുഭവം. 6 മുസ്ലിങ്ങൾ പ്രതികൾ, 3 പേർക്ക് കോടതി വധശിക്ഷ വിധിക്കുന്നു. സുപ്രീം കോടതി 2014 എല്ലാവരെയും കുറ്റവിമുക്തരാക്കി. പക്ഷെ 11 വർഷമാണ് അവർക്ക് ജയിലിൽ കിടക്കേണ്ടതായി വന്നത്. 2001 സൂറത്ത് സിമി കേസിൽ നിരോധിത ഒത്തുചേരലിന്റെ പേരിൽ UAPA പ്രകാരം തടവിലാക്കപ്പെട്ടത് 127 മുസ്ലിങ്ങളായിരുന്നു. ഇവരിൽ കൂടുതൽ പേരും വിദ്യാർത്ഥികളായിരുന്നു. 19 വർഷമെടുത്തു അവർക്ക് നീതി കിട്ടാൻ. 2021 കോടതി എല്ലാവരെയും കുറ്റവിമുക്തരാക്കി. വിചാരണയ്ക്കിടെ കുറഞ്ഞത് 5 പേരെങ്കിലും കസ്റ്റഡിയിൽ മരിച്ചു. അവർക്ക് എങ്ങനെയാണ് നീതി കിട്ടുക? 2007 മക്ക മസ്ജിദ് സ്ഫോടന കേസിൽ ഭീകരവാദ കുറ്റങ്ങൾ ചുമത്തി നിരവധി മുസ്ലിം ചെറുപ്പക്കാരെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. ഒരു ദശാബ്ദക്കാലം 10 കൊല്ലം കഴിഞ്ഞ ജയിൽവാസത്തിന് ശേഷം ഇവരെ യാതൊരു തെളിവുമില്ലെന്ന് കണ്ട് കോടതി കുറ്റവിമുക്തരാക്കി. മലേഗാവ് സ്ഫോടനങ്ങളുടെ കഥ മറ്റൊന്നാണല്ലോ. സംഭവം നടന്ന ഉടനെ ഭീകരവാദ കുറ്റം ചുമത്തി 9 മുസ്ലിം ചെറുപ്പക്കാരെ ജയിലിലിട്ടു. എന്നാൽ പിന്നീട് ഹിന്ദുത്വ ഭീകരരാണ് പ്രതികളെന്ന് ATS കണ്ടെത്തി. അങ്ങനെ 2016-18 കാലയളവിൽ ആദ്യം പിടികൂടിയ എല്ലാവരെയും കോടതി കുറ്റവിമുക്തരാക്കി. എന്താലേ മോഡിഫൈഡ് ഇന്ത്യയുടെ ഒരു അവസ്ഥ!